ഹായ് അമിഗോസ് ഓൺ സ്ക്രീൻ ദിസ് ഈസ് വിക്കി ആൻഡ് ജിഷ്ണു. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഇന്നത്തെ അത് അവൻ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനി വേണം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിന്നൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു, പ്ലസ് ഒരു റീൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ റീലിനുള്ള ലൊക്കേഷൻസ് നോക്കി വന്നതാണ്. ഇത് ജിഷ്ണുവിൻ്റെ വീടാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് അഡ്രസ്സ് പറയാനുള്ള ഗൈസ്. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അവിടെ കുറച്ച് ലൊക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വീഡിയോ എടുത്ത് തുടങ്ങാനായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ലൊക്കേഷൻ നോക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനായിട്ട് പോകണതാണ്. അവിടെ ഏതെങ്കിലും പറ്റിയ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് നിർത്താൻ. ഇപ്പോൾ വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു പുഴയും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. ഞങ്ങളുടെ കൂടെ വേറെ ഒരാളും കൂടെ ഉണ്ട്, ശംഭു, ജിഷ്ണുവിൻ്റെ ചേച്ചിയുടെ മോനാണ്. അപ്പോൾ ഞങ്ങൾ സ്ഥലമൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ, എന്നിട്ട് വരാം. ബൈ. നേരത്തെ പറഞ്ഞ പോലെ ഒരു എസ്തറ്റിക് പ്ലേസ് തപ്പി ഇറങ്ങി ഞങ്ങളൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ വലിയ സെറ്റപ്പ് ഇല്ല. ഫുള്ള് നോക്കുകയാണെങ്കിൽ കണ്ട ഇവിടെ അവിടം വരെ പോകാനും, കാരണം അവിടെ മൊത്തം ചെളിയാണ്. അതുകൊണ്ട് നമുക്ക് നടക്കാനെന്നുള്ള സെറ്റപ്പില്ല. അപ്പോൾ അവൻ നമ്മൾ ശംഭുവിനെ കൊണ്ടുവന്ന് തന്നെ പുഴ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പുഴയുണ്ട്. അപ്പോൾ പുഴയെ കാണിക്കാമെന്ന് പറഞ്ഞാണ്. സോറിയുടെ ശംഭു, അറിയാണ്ട് പറ്റിപ്പോയതാ, ഇനി ആവർത്തിക്കൂല. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് നൈസായിട്ട് ഷിഫ്റ്റ് ആവുകയാണ്. അപ്പോൾ അടുത്ത സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ ഗൈസ്. ഞങ്ങൾ എസ്തറ്റിക് പ്ലേസ് തപ്പിയുള്ള യാത്രയ്ക്കൊടുവിൽ ഇപ്പോൾ എത്തിയേക്കുന്നത് ഒരു തോട്ടിൻകരയിലാണ് ഗൈസ്, തോട്ടിൻകരയിൽ. അപ്പോൾ അവിടെ എന്ത് ഭംഗിയിരുന്നിട്ടാണെന്നറിയാം. രണ്ടുപേരും കൂടി നോക്കിയിട്ടുണ്ട്, അറിഞ്ഞൂടാ. മീനൊക്കെ ഉണ്ടെന്ന് പറയാനുണ്ട്. എന്ത് മീനാണോ, പൂഞ്ഞാട്ടിയാണോ, എന്ത് മീനാ? അത് കറൂപ്പ് കണ്ടെന്ന് പറയാനുണ്ട്. ഇവിടെ ഭയങ്കര സെറ്റപ്പാണെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാം, നമ്മുടെ ഉദ്ദേശം നടക്കില്ല. വീഡിയോ എടുക്കാനുള്ളൊരു സെറ്റപ്പ് ഇല്ല. അത് ശരി, രണ്ട് പരിപാടിയാണല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ പറ്റില്ല. ഇനിയിപ്പോൾ അടുത്ത സ്ഥലം കണ്ടുപിടിക്കേണ്ടി വരും. അതോ മീൻ പിടിക്കാൻ നിൽക്കണ്ടെന്നറിയില്ല. മീൻ പിടിക്കാൻ നിൽക്കണ്ട. എന്നാൽ ഞങ്ങൾ പോട്ടെ, ഞങ്ങൾ അടുത്ത പരിപാടി പിടിക്കട്ടെ. ഓക്കെ. അപ്പോൾ അതേ എസ്തറ്റിക് പ്ലേസ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏതൊക്കെയോ എന്നെ ശംഭുവിനെ ഏതൊക്കെയോ കാട്ടിലേക്ക് കൂടി കൊണ്ടുപോകുന്നുണ്ട്. എവിടെ എത്തുമെന്നറിയില്ല. ഞങ്ങളിപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്ഥലമൊക്കെ കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. നല്ല പ്രകൃതി രമണീയം പ്ലസ് പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. ആയിരം ചെക്കന്മാരൊക്കെ നമ്മൾ പോകുന്നു. അപ്പോൾ നമുക്ക് സ്ഥലം എവിടെ നിന്നെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കണം. നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം. ഇപ്പോൾ ഏതൊക്കെ സ്ഥലം ആശം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, അവിടെ കിട്ടിയില്ല. ഞങ്ങൾ വീണ്ടും പോവുകയാണ്. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തെത്തുമ്പോഴത്തേക്കും നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങളുടെ ലൊക്കേഷൻ ഹണ്ടിൻ്റെ യാത്രകൾക്കൊടുവിൽ ഞങ്ങളൊരു സ്ഥലം കണ്ടെത്തിയിരിക്കുകയാണ്. വലിയ സെറ്റപ്പ് ഒന്നുമില്ലെങ്കിലും ഞങ്ങൾക്കിത് മതി. ഇനിയിപ്പോൾ നടക്കാനൊന്നും വയ്യ. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഫൈനലൈസ് ചെയ്തിട്ട് ഇവിടെ തന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ച്. ഓക്കെ അല്ലേ ഡയറക്ടർ സാർ? ഡയറക്ടർ സാർ ഇതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ കാരണം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.